അമേരിക്ക ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. പാകിസ്ഥാനിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതിന് പിന്നാലെയാണ് ഇക്കാര്യം വൈറ്റ് ഹൗസ് ഇന്ന് സ്ഥിരീകരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലെത്തി. അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം തുടർന്നാൽ ചെങ്കടലിലും ഗൾഫ് ഓഫ് ഒമാനിലും ഗതാഗതം തടയുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ചൈനയും ഇറാനോട് ആവശ്യപ്പെട്ടു. US ഇറാൻ സമാധാന ചർച്ചകൾക്ക് വീണ്ടും പാകിസ്ഥാൻ വേദിയാകുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ മാത്രമാണുള്ളതെന്നും അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരോലൈൻ ലിവിറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഔദ്യോഗികമായി ഒരു കരാറിലെത്തിയിട്ടില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാണെന്ന് വ്യക്തമാക്കിയ ലിവിറ്റ് വെടിനിർത്തൽ നീട്ടണമെന്ന് അമേരിക്ക അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. അതേസമയം നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇറാനിലെത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് പാക് പ്രതിനിധികളെ സ്വീകരിച്ചത്. അതേസമയം ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമ്പോഴും ഹോർമൂസിൽ നിലപാട് കടുപ്പിച്ച് IRGCയും രംഗത്തെത്തി. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം തുടർന്നാൽ ചെങ്കടലിലും ഒമാൻ ഉൾക്കടലിലും ചരക്ക് നീക്കം തടയുമെന്നാണ് ഭീഷണി. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ചൈനയും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ അബ്ബാസ് അറാഗ്ചിയോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കാലയളവ് നീട്ടുന്നതിലും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനും ചൈനയുടെ പിന്തുണയുണ്ടെന്നും വാങ് ഇ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.